ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ചോറിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ച് അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇപ്പോൾ രാവിലെ ദോശയാണ്, അതിനും ചോറിന് കൂടി ഒരു കറി മതിയല്ലോ. അപ്പോൾ സാമ്പാറൊക്കെ വിചാരിച്ച് അപ്പോൾ അതിനിതാ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കായും മുരിങ്ങക്കായ, പിന്നെ തക്കാളി, അതുകൊണ്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ, പച്ചമുളക്, ഉള്ളി, അങ്ങനെ ഉള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ അപ്പം ചോറിന് അരിയൊക്കെ ഇട്ട് രാവിലെ ചോറ് എന്തായാലും അടുപ്പിലാണ് വെക്കൽ. കുറേ വിറകൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ അടുപ്പ് വെക്കുന്നതല്ലേ നല്ലത് വിചാരിക്കും. അങ്ങനെ ചോറിന് മറ്റേ അരിയൊക്കെ ഇട്ട് പതിച്ച് എല്ലാം കത്തുന്നുണ്ട്. പല പുകയൊക്കെ രാവിലെ തന്നെ അടുപ്പ് കത്തിക്കുമ്പോൾ ഒരു സമാധാനമാണ്. കുറേ വിറകൊക്കെ ഉണ്ടാകില്ല, അപ്പോൾ കത്തിച്ച് ചോറങ്ങ് വെന്ത് കിടക്കില്ല. അപ്പം അതൊരു എളുപ്പമുള്ള പോലെ തോന്നും അടുപ്പിൽ വെക്കുമ്പോൾ. പിന്നെ അത് പരിപ്പും പച്ചക്കായും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചതാണ്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത് കുറച്ചൊരു വേവ് ഉണ്ടാവില്ല. മറ്റേതൊക്കെ പിന്നെ അപ്പോൾ അടുപ്പ് വെച്ച് പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ച് അപ്പം അതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി. ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, ഒരു പച്ചമുളക്, അതൊക്കെയാണ് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നടക്കണം. രാവിലെ തന്നെ പോകാനുള്ളതുകൊണ്ട് കുറച്ച് തിരക്കാണ്. അപ്പോൾ ഒരടുപ്പിൽ ദോശ ചൂടാണ്. ദോശക്ക് സാമ്പാർ നല്ലോണം മെച്ചാണല്ലോ, അപ്പോൾ അത് ചോറിന് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് സൗകര്യം കൊണ്ടാണ്, ജോലിക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ സൗകര്യമാണ്. സാമ്പാർ വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു മീൻകറി എന്തായാലും വെക്കും. എന്നാലും പച്ചക്കറിന് വേറൊന്നും വേണ്ടല്ലോ, എടുക്കാൻ ദോശക്കും എടുക്കാം, ചോറിനെടുക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ദോശ ഒക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ വെന്ത് ദോശ ഓരോന്ന് എടുത്ത് വെച്ച് പിന്നെ പച്ചക്കറി, ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്നും കൂടി വേവിക്കണമല്ലോ ഇതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം മറ്റു മസാലകളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് അപ്പോൾ അതൊക്കെ റെഡിയായി. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് അത് റെഡിയായി, സാമ്പാർ സെറ്റായി. അപ്പോൾ ചുവന്ന മുളകും കടുകും കരിവേപ്പിലിട്ടതൊന്ന് വറവിട്ട് അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയാക്കി. പിന്നെ ദോശയും കൂട്ടി ഞാൻ സാമ്പാർ കൂട്ടി ദോശ കഴിക്കാം.